പെണ്ണുകേസിൽ അകത്താകും മുമ്പേ രക്ഷ തേടി ഓർത്തഡോക്സ് പാതിരി ബിജെപിയിൽ ചേർന്നു. കള്ളന് കഞ്ഞിവെച്ചവൻ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് സഭയിലെ തീവട്ടിക്കത്തനാർ രക്ഷ തേടി ഒടുവിൽ ബിജെപിയിൽ ചേർന്നു. പോലീസുകാരെ കൊലപ്പെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് ആടാന്റണിയുടെ മോഷണം മുതൽ വിൽപ്പനക്കാരൻ എന്ന നിലയിലാണ് ഈ പാതിരി ആദ്യം കുപ്രസിദ്ധി ആർജിച്ചത്. പിന്നീട് വിവാദമായപ്പോൾ ആടാന്റണിയെ ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയും ആ വസ്തു തന്നെ വിൽക്കുകയും ചെയ്തുവെങ്കിലും കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന പേര് മാത്രം പോയില്ല. ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഭദ്രാസന സെക്രട്ടറിയാണ് നിലവിൽ ഈ കള്ളപ്പാതിരി. മെത്രാനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടിരിക്കുന്നതിനാൽ ഈ തീവട്ടി തന്നെയാണ് ഭദ്രാസനം വർഷങ്ങളായി ഭരിക്കുന്നത്. നിലയ്ക്കൽ ഭദ്രാസന മെത്രാനെ പെൺകണിയിൽപ്പെടുത്തി കോടികൾ ഇയാൾ തട്ടിയെടുത്തുന്നത് ഭദ്രാസനത്തിലാകെ പാട്ടാണ്. ഭദ്രാസനത്തിൽ കുശലിക്ക് നിന്ന അരമനമേരി എന്ന തമിഴത്തി ഗർഭിണിയായ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ആ അരമനമേരിയെ ഗർഭചിത്രം നടത്തുവാൻ കൊണ്ടുപോയത് ഷൈജു കുര്യൻ ആണെന്നുള്ള തെളിവുകൾ ITV ന്യൂസിൽ ലഭിച്ചിരുന്നു. ഗർഭത്തിന് ഉത്തരവാദി ചാമിയരാണോ, ഭദ്രാസന സെക്രട്ടറിയാണോ, അതോ പറഞ്ഞുവിട്ട കുശലിക്കാരനാണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അരമനയിലേക്ക് ഗോവയിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നു എന്ന് വെളിപ്പെടുത്തിയ ഇതേ ഭദ്രാസനത്തിലെ വൈദികൻ പെണ്ണുകേസിൽ അകത്തായി ഇപ്പോൾ ദേറയിൽ നിന്നും പുറത്തുപോയിരുന്നു. മെത്രാനെ ഊറ്റിയാണ് ഒന്നുമില്ലാതിരുന്ന ഇദ്ദേഹം കോടീശ്വരനായി മാറിയതെന്ന് ഭദ്രാസനത്തിലെ വൈദികർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഭർത്താവ് വിദേശത്തുള്ള സുന്ദരികളായ സ്ത്രീകളാണ് ഈ പാതിരിയുടെ ഇരകൾ. ഇത്തരം സ്ത്രീകളെ ഇദ്ദേഹം വിളിച്ച് തനിക്ക് പല സ്ഥലങ്ങളിലായി വീടുകളുണ്ടെന്നും നമുക്ക് അവിടെ പോകാമെന്നും ആവശ്യത്തിന് പണം തരാമെന്നും അശ്ലീല സന്ദേശങ്ങൾ അയക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിലെ നിരവധി സ്ത്രീകൾ ITV ന്യൂസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ കുടുംബജീവിതം തകരുമെന്ന് ഭയപ്പെട്ടാണ് പലരും പോലീസിൽ പരാതി കൊടുക്കാത്തതും വാർത്ത പ്രസിദ്ധീകരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കാത്തതും. അത് ഇയാൾക്കൊരു തുണയായി ഇതുവരെ. എന്നാൽ ഷൈജു കുര്യൻ നിലവിൽ വികാരിയായിരിക്കുന്ന മദാപ്പാറ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ അംഗമായ യുവതിയെ ഫോണിൽ വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ലൈംഗിക വീഴ്ചയ്ക്കായി പാതിരിയുടെ കോഴഞ്ചേരിയിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലേക്കും അതുമല്ലെങ്കിൽ മൂന്നാർ, പഴഞ്ഞി എന്നിവിടങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്കും പോകാമെന്നും അവിടെ ഹോട്ടൽ തരപ്പെടുത്തി ആസ്വദിക്കാമെന്നും പറഞ്ഞ് ഫോണിലൂടെയും നേരിട്ടും വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചും ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കും നൽകിയ പരാതിയിൽ അറസ്റ്റ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പാതിരി ഇപ്പോൾ തിടുക്കപ്പെട്ട് രക്ഷ തേടി ബിജെപിയിൽ ചേർന്നത് എന്നാണ് വിവരം. സഖികെട്ട് ഈ വിവരങ്ങളെല്ലാം യുവതി വെളിപ്പെടുത്തിയതായി കുടുംബ സുഹൃത്ത് ഒരു വൈദികനോട് പറഞ്ഞപ്പോൾ ആ വൈദികനിൽ നിന്നും ആ ശബ്ദ സന്ദേശം എടുത്ത് യുവതിയെ അപകീർത്തിപ്പെടുത്തും വിധം മറ്റു പലർക്കും അയച്ചു കൊടുത്തതും ഷൈജു കുര്യനാണെന്ന് സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബിജെപിയിൽ ചേർന്നതിനാലാണ് തനിക്കെതിരെ ഇപ്പോൾ ഇത്തരം നടപടികൾ ഉണ്ടായതെന്ന് പറഞ്ഞ് പാതിരിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. തങ്ങളുടെ പക്ഷത്തേക്കെത്തിയ പാതിരിക്ക് സംരക്ഷണം ഒരുക്കേണ്ടുന്ന ചുമതല ബിജെപിക്കുമാകും എന്ന കണക്കുകൂട്ടിലാണ് പാതിരി ഇപ്പോൾ ഇത്തരം ഒരു ബുദ്ധി പ്രയോഗിച്ചത്. വേഷം പാതിരിയുടേതാണെങ്കിലും പ്രധാന പണി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. മെത്രാനെ ഉൾപ്പെടെയുള്ളവരെ ചേർത്തൊരു കടലാസ് ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന്റെ മറവിലാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടം പൊടിപിടിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലെ കളങ്കിതരായ കുപ്പായ തൊഴിലാളികൾ ചേർന്നാണ് ഇപ്പോൾ ബിജെപി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് സംഗമത്തിന് പോയത്. ഇവന്മാർ ശരിക്കും ആരാണെന്നറിയാതെ ബിജെപി നേതാക്കൾ ഇവന്മാരുടെ നൈറ്റി കണ്ടപ്പോൾ പിടിച്ച് വേദിയിലിരുത്തുകയും ചെയ്തു. ആ ആഭാസന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കുക. ഇത് കണ്ടാൽ ഓർത്തഡോക്സുകാർ പോലും ചിരിച്ച് ചിരിച്ച് ചാകും. ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾ പരമ്പരകളായി വാർത്ത പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് വൈദിക വൃത്തിയിൽ നിന്നും സഭ മാറ്റി നിർത്തിയ കോഴിസ്കോപ്പ MK വർഗീസ്. ഈ പ്രായത്തിലും സ്ത്രീകൾ എന്ന് കണ്ടാൽ കൊത്തിപ്പറക്കുന്ന ആഭാസൻ. ഇയാളെക്കുറിച്ച് വാർത്ത നൽകിയപ്പോൾ പരാതികളുടെ പ്രളയമായിരുന്നു. സിസോദിയ എന്ന ട്രസ്റ്റ് ഉണ്ടാക്കി കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ച തീവട്ടി. വേദിയിലുള്ള ഈ ആഭാസൻ കുമ്പസാര രഹസ്യം പള്ളിയിലെ സ്ത്രീ സമാജ പെണ്ണുങ്ങളോട് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ലില്ലി ജോർജ് എന്ന യുവതി എന്റെ മരണത്തിന് ഉത്തരവാദി ഈ കള്ളപ്പാതിരി എന്ന് പേരെഴുതി വെച്ച് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി. അതുപോലെ ദേറാ നിവാസികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് പിടിക്കപ്പെട്ടപ്പോൾ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ബസ്ലേൽ റംബാൻ. ജട്ടിപ്പുറത്തിട്ടവനെ വിഷം ഛർദ്ദിപ്പിക്കുന്ന വീഡിയോ ഇപ്പോഴും ഞങ്ങളുടെ കൈവശമുണ്ട്. അതുപോലെ വലിയ മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞു പുകഴ്ത്തിയ ഈ മനുഷ്യനാണ് ഈ റംബാനെ ഈ പണികളൊക്കെ പഠിപ്പിച്ചത് എന്ന് ബസ്ലേൽ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇപ്പോൾ സഭ ഭദ്രാസന ചുമതലകളിൽ നിന്നും മാറ്റിയെടുത്ത് ഗോഡൌണിൽ ഇട്ടിരിക്കുന്നു. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തെല്ലാം പോയി നിൽക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെയാണ് ആരോ ബിജെപിയെ നാറ്റിക്കുവാൻ വേണ്ടി അവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നുറപ്പാണ്. ഈ ആവാസന്മാർക്ക് ഓർത്തഡോക്സ് സഭയിലോ സമൂഹത്തിലോ യാതൊരു വിലയുമില്ലാത്തവരാണ്. ഈ മ്ലച്ചന്മാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് ബിജെപിയിലേക്ക്
പറഞ്ഞുവിട്ടത്. ലക്ഷക്കണക്കിന് ക്രൈസ്തവരുള്ള പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് ഇതാരോ BJP ഇട്ടുവെച്ച ഒന്നാന്തരം ഒരു കെണിയാണെന്നതിൽ സംശയമില്ല. മോദി അമിത്ഷാ ടീമിന്റെ കേരളത്തിലെ ഇന്റലിജൻസ് ടീം ഇത്രയും മ്ലേച്ഛന്മാരെ എടുത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചതും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും എന്നറിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന് പണി ഉറപ്പാണ് എന്നാണ് ഡൽഹിയിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.